AC, power steering, 4-door power window, mirror adjustment, stereo, back wiper, defogger, alloys. ഇതെല്ലാം ഉള്ളൊരു വണ്ടി 2 ലക്ഷം താഴെ തന്നാലോ? അതെ, കൊടുക്കാം. KUV ആണ്. K8 ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ് ആയത്? ഇത് 2015 മോഡലാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇത് ഡീസലാണ്, അതുകൊണ്ടാണ് നമ്മൾ അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. വണ്ടിയാണ്, ഹോണ്ട ഡീസലാണ്. പ്രത്യേകിച്ച് പണിയൊന്നും വരില്ല. അതെ, കറക്റ്റ് മെയിൻറ്റൈൻ അല്ലേ? ഇതിപ്പോൾ നിലവിൽ മെയിൻറ്റൈൻ ആണ്, അപ്പോൾ വലിയ പണിയൊന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ മൈലേജ് 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഇപ്പൊ വണ്ടി ആളിൽ കിടക്കുന്ന വാഹനമുണ്ട്, ഇപ്പൊ ഏജിങ് ആയി കിടക്കുന്ന വാഹനമുണ്ട്. അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ? എന്തെങ്കിലും റീപ്ലേസ്മെന്റോ ക്ലെയിമോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇതൊന്നുമില്ല. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അതാണ് ഡീസന്റ് ആണ്, പാർട്ടി ഡീസന്റ് ആണ്. പക്ഷെ എന്താ പറയില്ല, പെണ്ണ് കിട്ടത്തില്ല. ആ അവസ്ഥയാണ് ഇതിപ്പോ. 2022 മോഡല് സിംഗിൾ ഓണർ വാഹനമാണ്. 38,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. അതും ഫുൾ ഓപ്ഷൻ സൺറൂഫ് അടക്കം വരുന്ന വാഹനം. EV ഇവിടെ അത്യാവശ്യം നല്ല മൂവിക്കുള്ള സെഗ്മെന്റ് ആണ് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നല്ല കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് അധികം കിട്ടാനില്ല. ശരി, ഒരു ഓട്ടോമാറ്റിക് നാനോ ഫുൾ ഓപ്ഷൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2015 മോഡൽ 78,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ബഡ്ജറ്റ് കാറുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. നമ്മൾ വന്നിരിക്കുന്നത് ടാറ്റ റൊട്ടാന മോട്ടോഴ്സിലാണ്, കോഴിക്കോട് മെയിൻ ചന്ത. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ല പൊട്ടിച്ച റേറ്റിൽ കാറുകൾ കൊടുക്കുന്നൊരു സ്ഥലമാണ്. നമ്മുടെ മുന്നത്തെ വീഡിയോസ് കണ്ടവർക്കൊക്കെ തന്നെ അറിയാം. അപ്പോൾ ഒരുപാട് സ്റ്റോക്ക് ഇന്നുകൊണ്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം. അതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ ഷാഹിദിനെ സ്വാഗതം ചെയ്യാം. ഷാഹിദിനെ സ്വാഗതം. സുഖമല്ലേ? ഓക്കെ. കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു. കുറേ വണ്ടികൾ സോൾഡ് ആയിട്ടുണ്ട്, പോയിട്ടില്ല. ഇപ്പം പുതിയ കുറേ സ്റ്റോക്ക് ഉണ്ട്. നല്ല കളക്ഷനാണ് ഇപ്രാവശ്യം ഉള്ളത്. ഓക്കെ, എല്ലാ വാഹനങ്ങളും ഉണ്ട്. ചെറിയ ബഡ്ജറ്റ് ഉണ്ട്, കോമ്പാക്ട് SUV ഉണ്ട്, ഹാഷ് ബാക്ക് ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. യാർഡിലും ഉണ്ട് കേട്ടോ. ഇവിടെ പുതിയ വന്ന കുറച്ച് ഷോറൂമാണ്, മെയിൻ ന്യൂ കാർ ഷോറൂമാണ്. അതിന്റെ മുന്നിൽ കുറച്ച് വണ്ടികൾ വെച്ചാണ്. യാർഡിൽ അപ്പുറത്ത് ഒരുപാട് വണ്ടികളുണ്ട്. ഇതൊക്കെ പുതിയ വന്ന പുതിയ സ്റ്റോക്കാണ്. അത് ഇവിടുന്ന് കാണിച്ചിട്ട് നമുക്ക് യാർഡിലേക്ക് പോകാന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ വാഹനങ്ങൾ ആദ്യം കണ്ടിട്ട് നമുക്ക് യാർഡിലേക്ക് പോകാം. സ്റ്റാർട്ടിങ് എത്ര റേഞ്ച് മുതലുണ്ട് ഇവിടെ? ഇപ്പോൾ 75,000 മുതൽ. ഇപ്പോൾ ഒരു എൻട്രി ലെവലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്കൊക്കെ ആണെങ്കിലും കൊടുക്കാനുള്ള വാഹനം നമ്മുടെ അടുത്തിട്ടുണ്ട്. നല്ല വണ്ടി തന്നെയല്ലേ? ഓൾട്ടോ ഒക്കെ ഉണ്ട്. 50,000 75,000 രൂപയ്ക്ക് ഓൾട്ടോ ഒക്കെ സ്റ്റോക്ക് ഉണ്ട്. പേപ്പറുള്ള വണ്ടികളുണ്ട്, സാൻഡ്രോ ഉണ്ട്, ഐട്രൺ ഉണ്ട്. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ ഒന്നും വിട്ടുവരുത്. വീഡിയോയിലേക്ക് പോകാം അല്ലേ? നമ്മുടെ ആദ്യ വാഹനം ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. റിനോ കൈഗർ KL 86 രജിസ്ട്രേഷൻ വണ്ടിയാണ്. എങ്ങനെയാണ് ഷാഹിദിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ? കൈഗർ വരുന്നത് 2024 മോഡലാണ്. 24 9-ാം മാസം ഇറങ്ങിയ വണ്ടിയാണ്. 24 ലാസ്റ്റിലാണ്. എനിക്ക് തോന്നുന്നു 27 ലാസ്റ്റ് വരെ, 9-ാം മാസം വരെ വാറണ്ടിയിൽ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനം. ഇത് ഓട്ടോ എത്ര പോയി? ഇത് 22,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. 22,000 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ് ഇല്ല. RXT ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ടോപ്പല്ല, അതിന്റെ തൊട്ട് താഴെ RX-Z ആണ് വരുന്നത്. ഇതിലിപ്പോ വരുന്നത് നോൺ ടർബോയും ടർബോയും വരുന്നത്. നോൺ ടർബോ ആണ് വരുന്നത്. നോൺ ടർബോ മൈലേജ് അത്യാവശ്യം ഒരു 13 to 15 വരെ മൈലേജ് എന്തായാലും കിട്ടും. 1 ലിറ്റർ എഞ്ചിനാണ് വരിക. നോൺ ടർബോ ആണ് വാഹനം. അപ്പോൾ പവർ കുറച്ച് കുറവായിരിക്കും, എന്നാലും മൈലേജ് പറഞ്ഞതിലോട്ട് കിട്ടും അല്ലേ? ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്നുമില്ല. കളർ ഹൈലൈറ്റ് ബ്ലാക്ക് ആണ്, കാണാൻ ഭംഗിയുള്ള. എന്തൊക്കെ ഫീച്ചേഴ്സ് വരും ഇതിൽ വരുന്ന? ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട്, അലോയ് വീൽ വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. 2024 ലാസ്റ്റ് മോഡൽ 1 ലിറ്റർ നോൺ ടർബോ എഞ്ചിനാണ് വരിക. ഇത് നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് നെറ്റ് റേറ്റ് ആയിട്ട് 6,35,000 കൊടുക്കാം. 6,35,000 രൂപയ്ക്ക് നെറ്റ് പ്രൈസ് ആണ് പറയുന്നത്. ഇതിപ്പോൾ പുതിയന് 24 മോഡലാണ്. ഇപ്പൊ പുതിയ എത്ര വരുന്നുണ്ട്? പുതിയതിന് വില പറയാണ് 9 ലക്ഷത്തി സംതിങ് വരുന്നുണ്ട്. 9,000 ഇതിന്റെ ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് ആണെങ്കിൽ 10 സംതിങ് വരുന്നുണ്ട്. ഇത് 9,50 അങ്ങനെ ആ റേഞ്ചിന്റെ ഉള്ളിൽ. ഇപ്പോൾ വില കുറച്ച് വെച്ചിട്ട് ഒരു 9,20 അങ്ങനെ തൊട്ട് റേറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ 9,20 അല്ലേ? ഓക്കെ. എന്നാലും ഉണ്ട് ഒരു 3 ലക്ഷം രൂപന്റെ അടുത്തുള്ളതും. പിന്നെ വണ്ടിന്റെ മുകളിൽ നോക്കിയാൽ ഒരു സ്ക്രാച്ച് പോലും ഇല്ല. ഓക്കെ. 6,35 ഫൈനൽ റേറ്റ് ആണ് ഇപ്പോൾ ചോദിക്കുന്നത്. 22,000 കിലോമീറ്റർ അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനം. താല്പര്യമുണ്ടോ വിളിച്ചോളൂ. ലോൺ ഓൾമോസ്റ്റ് 6 lakh അബോവ് കയറേണ്ടതാണ്. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കുകയും ചെയ്യാം. അടുത്ത ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് തന്നെ ഫോർഡ് എക്കോ സ്പോർട്ടാണ്. KL 58 രജിസ്ട്രേഷൻ, തലശ്ശേരി വണ്ടിയാണ്. ഡീസൽ ഡീസലാണ്. 2015 മോഡല്. ഓക്കെ. സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. ട്രെൻഡ് ലൈൻ ആണ് വേരിയന്റ് വരുന്നത്. ട്രെൻഡ് ലൈൻ. ഓക്കെ. സെക്കൻഡ് ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക്കൽ വരും, ഡിഫോഗർ, ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ.
വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിം കാര്യങ്ങളൊന്നും നിലവിലില്ല. സീറോ ക്ലെയിമാ? സീറോ ക്ലെയിം ആണോ ചെക്ക് ചെയ്ത് നോക്കണം. നിലവിൽ നമ്മൾ നോക്കിയിട്ടുള്ള കാര്യങ്ങളൊന്നും മേജർ കാര്യമൊന്നുമില്ല. ക്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. പിന്നെ കിലോമീറ്റർ 170 ഓടിയിട്ടുണ്ട്. അത് സർവീസ് പ്രോപ്പർ ഉള്ളതാണ്. പ്രോപ്പർ ഉണ്ട്. ഇപ്പൊ നിലവിൽ ചെയ്യാനുള്ള വർക്ക് എന്ന് പറയുന്നത് ആ ക്ലച്ച് കുറച്ച് കുറവുണ്ട്. ക്ലച്ച് മാറാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ക ഓക്കെയാണ്. അത് മാറിക്കഴിഞ്ഞാൽ 1-2 ലക്ഷം കിലോമീറ്റർ സുഖമായിട്ട് ഓടിക്കാം. ഓക്കെ, ഒരു കോമ്പാക്ട് SUV ലെവലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ 170 നിലവിൽ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ഓട്ടോ പോയിട്ടുണ്ട്. പക്ഷേ ഡീസൽ വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർ 2015 ട്രെൻഡ് ലൈൻ ഡീസൽ മാനുവൽ വണ്ടിയാണ്. 18-20 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. എത്ര രൂപ ചോദിക്കുന്നത്? ഇത് നമുക്ക് നെറ്റ് റേറ്റ് ആയിട്ട് 3,78,000 രൂപ കൂടും. 3,78,000 നെറ്റ് റേറ്റ് ആണ്. നമ്മുടെ ആസ്കി 3,90 ഞാൻ വീഡിയോയിലേക്കായിട്ട് സ്പെഷ്യൽ റേറ്റ് എടുത്തത് പറഞ്ഞതാണ്. ഫൈനൽ റേറ്റ് 3,78,000 3,78,000 രൂപയ്ക്ക് 2015 ഡീസൽ എക്കോ സ്പോർട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. ലോണ് ഒരു 3 ലാക്ക് കിട്ടും. 3 ലാക്ക് സുഖമായിട്ട് വരും. ആൾട്ടോ 800 KL 18 വടകര രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഓൾട്ടോ 800 2017 മോഡൽ. ഓക്കെ, സെക്കൻഡ് ഓണർ ആണ്. 71,000 കിലോമീറ്റർ ഓടി LXi വരും. LXi സെക്കൻഡ് ഓണർ 71,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ, 2017. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ഇല്ല, നല്ല വണ്ടിയാ. ചെറിയ ബാക്കത്തെ റിയർ ബമ്പർ ഒന്ന് ക്ലിപ്പ് കിട്ടുന്നുണ്ട്. അത് കൊടുക്കാനേ ഉള്ളൂ. അത് വേറെ മേജർ ഇഷ്യൂസ് ഒന്നും റീപ്ലേസ് ഒന്നും ആയിട്ടില്ല. ഒരു 18-20 റേഞ്ച് ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റിയ വണ്ടിയാണ് പെട്രോളിൽ. അപ്പോൾ ചെറിയൊരു ഫാമിലി സെഗ്മെന്റ് ബഡ്ജറ്റ് നോക്കുന്നുണ്ടെങ്കിൽ അല്ലേ, ചെറിയ ബഡ്ജറ്റിൽ ഓൾട്ടോ 800 തന്നെ ഇതിനും കുറഞ്ഞ ബഡ്ജറ്റ് കുറഞ്ഞ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ 12 ഉണ്ട്, 14 ഉണ്ട്, 16 ഉണ്ട്. അത് ശരി, വേറെ ഉണ്ട്. 1,40 മുതൽ സ്റ്റോക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഓൾട്ടോയും ഉണ്ട് അല്ലേ? പഴയ ഷേപ്പ് ഓൾട്ടോയും ഉണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇതിപ്പോൾ എത്രയാ? 2017 നമുക്ക് 2,20 കൊടുക്കാം. 17 മോഡൽ ആൾട്ടോ 800 2,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. സെക്കൻഡ് ഓപ്ഷനിൽ നിൽക്കുന്ന വാഹനമാണ്. ഫുൾ ലോണ് ചാൻസ് ഉണ്ടോ? ഫുൾ ലോണ് കയറും, ഏകദേശം കയറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റീരിയോ, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, അലോയ്സ്, ഇതെല്ലാം ഉള്ളൊരു വണ്ടി 2 ലക്ഷം താഴെ തന്നാലോ? അതെ, കൊടുക്കാം. KUV ആണ്. K8 ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ് ആയത്? ഇത് 2015 മോഡലാണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. പെട്രോൾ ആണ്. ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി പെട്രോൾ ആണ്. 3 സിലിണ്ടർ എഞ്ചിനാണ് വരിക. മൈലേജ് ഒരു 12-15 റേഞ്ച് കിട്ടും. ഓക്കെ, ബാക്കി 1,12 ഓടിയിട്ടുണ്ട് വണ്ടി. സർവീസ് ഒക്കെ ഉണ്ടോ? പ്രോപ്പർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. ഫുള്ള് ചെക്ക് ചെയ്തില്ല അല്ലേ? ഓക്കെ, പിന്നെ ചെറിയൊരു ഡോറിന് മുകളിൽ ചെറിയൊരു റെസ്റ്റ് ഉണ്ട്. ആ ഡോറിന് മുകളിൽ റെസ്റ്റ് ഉണ്ട്. അതൊക്കെ കണ്ടിട്ടാണല്ലോ റേറ്റ് കൊടുക്കുന്നത്. കാരണം ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആ റെസ്റ്റ് പെയിന്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് നോർമൽ സെല്ലിംഗ് പ്രൈസിൽ വിൽക്കാം. പക്ഷേ നമ്മളിപ്പോൾ എന്താണ് ഈ ആസിറ്റീസ് കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, റേറ്റ് കുറച്ച് അങ്ങോട്ട് കൊടുക്കാം. എന്തൊക്കെ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഈ ഡോറിന് റീപ്ലേസ് ഉണ്ട് അല്ലേ? ലെഫ്റ്റ് സൈഡ് ഡോർ റീപ്ലേസ് ഉണ്ട്. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 1,85,000 രൂപ കൊടുക്കും. 1,85,000 2015 ഫുൾ ഓപ്ഷൻ പെട്രോൾ KUV 100 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 1,85,000 ഫുൾ ലോണും കാര്യമില്ല. ഓക്കെ, അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. സെലറി ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കളറിൽ കുറച്ചെണ്ണം ഇറങ്ങിയിട്ടുണ്ടാവും. KL 11 രജിസ്ട്രേഷൻ വാഹനമാണ് എടുത്തത്. ഒരു വെറൈറ്റി കളറാണ്. ഇതിപ്പോൾ ബോണറ്റൊക്കെ ചെറുങ്ങനെ ഒന്ന് ഇതായിട്ടുണ്ട് അല്ലേ? തുരുമ്പ് കയറുന്ന പോലെ ആയിട്ടുണ്ട്. അതായത് ബോണറ്റും ഇവിടെ ചെറിയൊരു ഡെന്റും ഉണ്ട്. അത് രണ്ടും നമുക്ക് പെയിന്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, ഫുൾ ക്ലിയർ ചെയ്ത് കൊടുക്കും അല്ലേ? പെയിന്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് തരും. അപ്പോൾ എങ്ങനെ മോഡൽ കാര്യങ്ങളൊക്കെ? 14 മോഡലാണ്. LXi ആണ് വേരിയന്റ് വരുന്നത്. ബേസ് ഓപ്ഷൻ ആണ്. പവർ വിൻഡോസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, 14 മോഡൽ. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര? 80,000. എന്തായാലും ടയർ ഏകദേശം പുതിയാന്ന് തോന്നുന്നു അല്ലേ? 85 ഉണ്ട്. നല്ല ടയേഴ്സ് ആണ്. ഓക്കെ, കുഴപ്പങ്ങളൊന്നും ഇന്റീരിയർ ഒക്കെ നീറ്റാ. ഓക്കെ, വേറെ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? മേജർ ക്ലെയിംസ് മെയിൻ ക്ലാസ് ഒന്നും റീപ്ലേസ്ഡ് അല്ല. അങ്ങനത്തെ ഒന്നും മാറിയിട്ടില്ല. ഓക്കെ, 2014 സെലറിയോ പെട്രോൾ ആണ്. മാനുവൽ. മൈലേജ് 13-17 റേഞ്ച് കിട്ടും. വാഗണർ പോലെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. എത്ര രൂപ ചോദിക്കുന്നത്? നമുക്ക് ഒരു ഓൾട്ടോന്റെ പ്രൈസിലൊക്കെ കൊടുക്കാം. 2,40,000 ഇത് പെയിന്റ് ചെയ്ത് കൊടുക്കാം. പെയിന്റ് ചെയ്തിട്ട് ആരെങ്കിലും പെയിന്റ് ചെയ്യണ്ട ഒരു ചെയ്തോളാം എന്നാണെങ്കിൽ അതിന് നമുക്ക് വീണ്ടും പൈസ കുറച്ച് കൊടുക്കാം. ഓക്കെ, പെയിന്റ് ചെയ്തിട്ട് 2,40,000 രൂപയ്ക്ക് ബോണറ്റ് ബമ്പറൊക്കെ ക്ലിയർ ചെയ്തിട്ട് 2,40,000 2014 സെലറിയോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പെയിന്റ് ചെയ്യാണ്ടാണെങ്കിൽ അതിന്റെ വില കുറച്ചും തരും. ലോൺ ഒരു 2 ലാക്ക് വരെ കയറും. 2 ലാക്ക് സുഖമായിട്ട് വരും. ഫുൾ ലോൺ തന്നെ ചാൻസ് ഉണ്ട്. ഒരു ഓൾട്ടോ ഒക്കെ വാങ്ങുന്ന ആൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ സെലറി എടുക്കാം കേട്ടോ. ഇതിന്റെ 17 നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം. റെഡ് കളർ. റെഡ് ഉണ്ട്. 17 മോഡലുണ്ട്. അതിന് ചോദിക്കുന്നത്? അത് 3,35,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 3,35,000 17 ഉണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക് പോകാം.
ടൗണിലൂടെ ഒക്കെ ഇങ്ങനെ വെട്ടിച്ച് തട്ടിച്ച് കൊണ്ടുപോകാം അല്ലേ? ക്ലച്ചുമ്പോ കളിച്ച് കാല് കിടക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് നാനോ ആണ്, അതും അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന നാനോ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2015 മോഡല്, സിംഗിൾ ഓണർ XT ആണ്, ഓട്ടോമാറ്റിക് ആണ്, XT ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ അന്നത്തെ. ഓക്കെ. 77,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. 15 മോഡൽ 77,000. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ഇല്ല, നിലവിൽ ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഇനി ഭാവിയിലേക്ക് വരാം. ഓക്കെ, സൂക്ഷിച്ചു ഓടിക്കാം അല്ലേ? ഓക്കെ. എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? ഇത് 1.30 ഉള്ളൂ. 1,30,000 രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് നാനോ ഫുൾ ഓപ്ഷൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2015 മോഡൽ 78,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ലോഡ് നാനോന് ചാൻസ് കുറവാണ് അല്ലേ? 15 ആയതുകൊണ്ട് ചിലപ്പോൾ ശ്രീരാമൊക്കെ ചെയ്ത് കൊടുക്കാൻ മതി. എന്തായാലും ചെറിയ എമൗണ്ട് ആണ്, ലോൺ എടുത്തത് നഷ്ടമാണ്. 15 ആയതുകൊണ്ടേ പെട്ടെന്ന് പേപ്പർ എടുക്കേണ്ടി വരില്ല. എടുക്കുന്ന ഒരാൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഒറിജിനൽ ഞാൻ ഈ ലുക്ക് ഒന്നുമല്ല, നല്ല ലുക്ക് ഉണ്ട്. മണ്ണ് പിടിച്ച് കിടക്കാണ് ഇവിടെ അല്ലേ? സ്റ്റോക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ മണ്ണ് പിടിച്ച് കിടക്കാണ്, നീറ്റാണ്. വേറെ സ്ക്രാച്ചോ കാര്യം അങ്ങനത്തെ കാര്യമായിട്ടൊന്നുമില്ല അല്ലേ? ഓക്കെ. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. 1,30,000 രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് നാനോ ഉണ്ടോ? അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു ഹോണ്ട സിറ്റി KL 21 നെടുമങ്ങാട് രജിസ്ട്രേഷൻ ആണ്, തിരുവനന്തപുരം ജില്ല. ഏതാ കളർ? ഗ്രേ ആണോ ബ്ലാക്ക് ആണോ? ഇതൊരു ബ്രൗൺ കളറാണ് സംഭവം. ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? അതാ പറയുന്നത്, ഇതിപ്പോ എടുക്കുന്ന ഒരാള് കളറൊക്കെ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ റാപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഹെഡ്ലൈറ്റ് ഒന്ന് മാറ്റുക, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. ഇത് ഡീസലാണ്, അതുകൊണ്ടാണ് നമ്മൾ എത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. വണ്ടിയാണ്, ഹോണ്ട ഡീസലാണ്, പ്രത്യേകിച്ച് പണിയൊന്നും വരില്ല. കറക്റ്റ് മെയിൻറ്റൈൻ അല്ലേ? ഇതിപ്പോ നിലവിൽ മെയിൻറ്റൈൻ ആണ്, വലിയ പണിയൊന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ മൈലേജ് 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ. അപ്പോൾ എങ്ങനെയാ ബാക്കി കാര്യങ്ങൾ? 15 മോഡലാണ്, അന്നത്തെ VX ആണ്. ഫുൾ ഓപ്ഷന്റെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും. ഒക്കെ വർക്കിംഗ് ആട്ടോ, ഒക്കെ വർക്കിംഗ് ആണ്. ക്യാമറ ഒക്കെ വർക്കിംഗ് ആണ്. കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട് കേട്ടോ. 75 ടയേഴ്സ് ഉണ്ട്. ചെറിയ സ്ക്രാച്ച് ഈ ഡോറിൽ നേരെ വന്നിട്ടുണ്ട്. സൈഡ് നമ്മൾ എടുത്തതിന് ശേഷം ആരോ യാർഡിന്ന് പണി ഇവിടുന്ന് പണി കിട്ടിയതാണ്. ഓക്കെ. അപ്പൊ ബൈക്കായിട്ട് പാർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ എന്തോ സംഭവിച്ചതാണ്. ഓക്കെ. പക്ഷെ മൊത്തത്തിൽ എന്നാലും കളർ കുറച്ചൊരു ഫെയ്ഡിങ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പോളിഷ് ചെയ്താൽ കിട്ടുമായിരിക്കും. പിന്നെ നമ്മൾ യാർഡ് കിടക്കുന്നതിനോടാണ് ഈ കണ്ടീഷനിൽ നിൽക്കുന്നത്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരു സിറ്റി ഒക്കെ മോഹിച്ച് നടക്കുന്ന ആൾക്കാർ, ഓരൊക്കെ വന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വിലക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇതെല്ലാം കുറച്ചുള്ള വിലക്ക് കൊടുക്കാമല്ലോ. 2015 VX ഡീസൽ സിറ്റി ആണ്. കിലോമീറ്റർ 1 ലക്ഷത്തിന് മേലെ 1.20 ഓടിയിട്ടുള്ളത്. 1.20 സർവീസ് ആയിട്ടേ ഉള്ളൂ. റീവണ്ടി അല്ല. പല ആൾക്കാരും നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്ത സമയത്തൊക്കെ ചോദിക്കാണ്ട് ഇത് ഒരു റീവണ്ടി അയച്ചിട്ട് ഒരാൾക്കാർ തെറ്റിദ്ധരിച്ചു. ഒറിജിനൽ കേരള വണ്ടിയാണ്. 2015 മോഡൽ സിറ്റി VX ഡീസൽ. ഈ കളർ ഫെയ്ഡ് അയക്കുന്നത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല അല്ലേ? മെക്കാനിക്കൽ ഒരു കുഴപ്പമില്ല. 1.20 ഓടി, മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞു അല്ലേ? ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 4,40,000 രൂപ കൊടുക്കാം. ഫൈനലാണോ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം? ഓൾറെഡി ഇത് നമ്മൾ ആക്ച്വലി ഇത് ലോസിന് കൊടുക്കുന്ന വണ്ടിയാണ്. നമ്മള് അത്രയും നമ്മൾ ഇപ്പോൾ മുട്ടിച്ചിട്ട് അട്ടത് ലോസിൽ തന്നെ മുട്ടിച്ചിട്ടാ. ഇനി നോക്കിയിട്ട് നമുക്ക് എന്താ നോക്കി ചെയ്യാം. ഡീസലാണ്. 2015 ഡീസൽ ടോപ്പിന്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന സിറ്റി 4,45 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ കയറൂലേ? ഫുൾ ഓൺ. ഓക്കെ. അടുത്തതായി EV സെഗ്മെന്റിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ. ടാറ്റ നെക്സോൺ ആണ്, KL 53 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. EV ഇവിടെ അത്യാവശ്യം നല്ല മൂവിക്കുള്ള ഒരു സെഗ്മെന്റ് ആണല്ലേ? കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നല്ല കോൾ ഉണ്ടായിരുന്നു കേട്ടു. അപ്പോൾ ഇപ്പോൾ EV നമുക്ക് അധികം കിട്ടാനില്ല. അങ്ങനെ നെക്സോൺ മാറിയിട്ട് ആൾക്കാർ ഹാരിയറിലേക്ക് പോകുന്നതാണ്. കൊടുക്കുന്ന കൂടുതലും കണ്ടത് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ട്, പക്ഷെ നമുക്ക് അത്രത്തോളം വണ്ടി കിട്ടുന്നില്ല. അതാണ് അവസ്ഥ. അപ്പോൾ നെക്സോൺ EV ആണ്, KL 53 വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ മാക്സ് ആണ് വേരിയന്റ് വരുന്നത്. മാക്സ് ആണ്, അതായത് റേഞ്ച് കൂടിയ വണ്ടിയാണ്. എത്ര കിട്ടുന്നത്? ഇത് കമ്പനി പറയുന്നത് 400 ആണ്, കിട്ടുന്നത് 300 ഷുവറായിട്ട് കിട്ടും. ഒരു ഫുൾ ചാർജിൽ 300 കിലോമീറ്റർ ഓടാൻ പറ്റും. ഷുവറായിട്ട് കിട്ടുന്ന റേഞ്ചാണത്. ഇതിൽ തന്നെ പ്രൈം ഉണ്ട് അല്ലേ? പ്രൈം ഉണ്ട്. റേഞ്ച് കുറഞ്ഞ സെഗ്മെന്റ് ആണ്. 200 കിട്ടുള്ളൂ. 200 കിട്ടും. അപ്പോൾ ഇത് 300 റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വിലയിലും മാറ്റം ഉണ്ടാവുക. നെക്സോൺ EV എന്ന് കേട്ടിട്ട് സെയിം മോഡൽ സെയിം ഇതൊക്കെ കേട്ടാലും പ്രൈം മാക്സ് ഇതിൻ്റെ വിലയിലും മാറ്റങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇത് മാക്സ് ആണ്, ടോപ്പ് എൻഡ് ആണ്. ബാക്കി ഏതാ ഓപ്ഷൻ? ഏതാ ഫുൾ ഓപ്ഷൻ? ഇത് ഫുൾ ഓപ്ഷൻ വെഹിക്കിള്. ഇതിൽ കിലോമീറ്റർ ആണ് ഇതിന്റെ ഹൈലൈറ്റ്. EVയിൽ ഇതാകെ 2022 മോഡൽ 53,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടേ ഉള്ളൂ. 53,000. നിലവിൽ ഇത് 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ ആണ് ബാറ്ററിന്റെ ലൈഫ് വരുന്നത്. കമ്പനി ലൈഫ് അല്ല, വാറണ്ടി വരുന്നത്. അപ്പോൾ ഇത് ഇനി ഇഷ്ടംപോലെ ഇനി ഓടാൻ ബാലൻസ് വരുന്നത്. അണ്ടർ വാറണ്ടിയിലുള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ കമ്പനി വാറണ്ടി തന്നെ കാണാം. 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ ഓടാം. ഇപ്പോൾ 53 സംതിങ് ഓടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു 1 lakh കിലോമീറ്റർ എന്തായാലും ഓടാം അല്ലേ? സുഖമായിട്ട് ഓടാം.
നിലവിൽ നമുക്ക് അധികം വരുന്ന EV 1 ലക്ഷത്തിന്റെ മേലെ ഓടിയ വണ്ടിയാണ് വരാറുള്ളത്. പക്ഷെ അത് 1.60 ഓടി വെച്ച് വാറന്റിയെ കട്ടാവുന്നേ ഉള്ളൂ. EV ആരെങ്കിലും കയ്യിൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കയ്യിൽ EV സെഗ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി എത്ര കിലോമീറ്റർ ഓടി, അതിനെന്തൊക്കെ കംപ്ലൈന്റ് വന്നിട്ടുണ്ടെന്ന് ദയവായിട്ടൊന്ന് കമന്റ്സിൽ രേഖപ്പെടുത്തുക. വാങ്ങുന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും അല്ലേ. കംപ്ലൈന്റ് വരുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുടെ കൂടുതൽ അറിയാൻ പറ്റും. നിങ്ങളൊന്ന് കമന്റ്സിൽ രേഖപ്പെടുത്തുക. അറിയുന്ന പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ഒന്ന് രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ടോപ്പ് എൻഡ് ആണ്. ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 10,10,000 രൂപ കൊടുക്കാം. 10,10 2022 മോഡൽ 23 രജിസ്ട്രേഷൻ വണ്ടി വാഹനമാണ്, അണ്ടർ വാറണ്ടിയിൽ. ഇത് അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട്? അന്ന് ഇറങ്ങുമ്പോൾ 16 മേലെ വരുന്നുണ്ട്. 16 മേലെ ഉണ്ട് അല്ലേ. ഇപ്പൊ നിലവിൽ വരുന്നത് 15 സംതിങ് വരുന്നുണ്ട്, 15 കുറഞ്ഞതിന് ശേഷം. എന്നാലും നല്ല വർത്താ. ഒരു 10 ലക്ഷം റുപ്യക്ക് EV, അത് അണ്ടർ വാറണ്ടിയുള്ള വാഹനം, കുറഞ്ഞ കിലോമീറ്റർ. ആകെ ഉള്ളത് ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, അത് നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? ഫുൾ ഓൺ ഓൾമോസ്റ്റ് കയറും. കാരണം പുതിയ EVക്കൊക്കെ നല്ല ട്രാക്കുള്ള കസ്റ്റമറിന് 10 വർഷം വരെയാണ് ലോണിന് കിട്ടുന്നത്. നോർമൽ 7 വർഷമാണ് വണ്ടിക്ക് കിട്ടുന്നത്. EVക്ക് 10 വർഷം വരെ ലോൺ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു 7 years 6 years വരെയൊക്കെ ലോണും ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ നമ്മുടെ സ്വന്തം ജാസാണ്. നമ്മുടെ സ്വന്തം എന്ന് പറയാൻ കാരണം ഞാൻ കുറച്ച് വീഡിയോയിൽ ഇത് കാണിച്ചു. KL 85 രജിസ്ട്രേഷൻ ആണ്. കുറച്ച് വീഡിയോ നമ്മൾ ഇത് കാണിച്ചിട്ടുണ്ട്. ഈ വണ്ടി എന്താ പറ്റിയേ? ഇത് എനിക്ക് തോന്നുന്നത് ഇത് യാർഡിൽ കിടക്കുന്നതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇതിന്റെ അത് അങ്ങോട്ട് മനസ്സിലാവാത്തതാണ്. വാഹനം അടിപൊളി വാഹനം, ജാസിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ ചോദിച്ചു വന്ന് എടുക്കുന്ന സാധനം. ജാസൊക്കെ സാധാരണ ടപ്പ് എന്ന് പറഞ്ഞ് പോകുന്ന വണ്ടിയാണ്. ഇത് ഒന്നാമത് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി പിടിച്ച് കിടക്കുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല സംഭവം. ഇത് CVT, ഒന്നാമത് CVT ഗിയർ ബോക്സ് ആണ്. ജാസ് ഓടിക്കാൻ ഭയങ്കര കംഫർട്ടാണ് ഈ വണ്ടി. അത്രയും ഓടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടി അല്ലേ. ജിതിന്റെ അടുത്ത് ഹോണ്ടന്റെ വണ്ടി ഓൾറെഡി, ഹോണ്ടന്റെ പെട്രോൾ വണ്ടിയാണ്, ഒന്നും പറയാനില്ല. പക്ഷെ ഇത് നല്ല വണ്ടിയാ. ഇപ്പൊ വണ്ടി ആളിൽ കിടക്കുന്ന വാഹനമുണ്ട്, ഇപ്പൊ ഏജിങ് ആയി കിടക്കുന്ന വാഹനമുണ്ട്. അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടാവും, എന്തെങ്കിലും റീപ്ലേസ്മെന്റോ ക്ലെയിമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്നുമില്ല. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അതാണ് ഡീസന്റ് ആണ്, പാർട്ടി ഡീസന്റ് ആണ്. പക്ഷെ എന്താ പറയില്ല, പെണ്ണ് കിട്ടുന്നില്ല. ആ അവസ്ഥയാണ് ഇതിപ്പോ. 2022 മോഡല് സിംഗിൾ ഓണർ വാഹനമാണ്. 38,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. അതും ഫുൾ ഓപ്ഷൻ സൺറൂഫ് അടക്കം വരുന്ന വാഹനം. ഏറ്റവും ടോപ്പ് പ്രീമിയം ഹാഷ് ബാക്കില് എല്ലാ വണ്ടികൾക്കും സൺറൂഫ് ഇല്ല. ഇതിന് സൺറൂഫ് അടക്കം വരുന്ന വാഹനം. അത് അന്നക്കാലം 2022. ഓക്കെ, അപ്പോ ടോപ്പ് എൻഡ് വാഹനം, CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്ന വണ്ടി, ലോ കിലോമീറ്റർ. ആ വർഷം സംബന്ധിച്ച് ലോ കിലോമീറ്റർ അല്ലേ. ഓക്കെ, ഒരു ക്ലെയിമും ഇല്ലാത്ത നല്ലൊരു പെട്രോൾ ജാസാണ്. മൈലേജ് ഒരു 10 to 13 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. CVT ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ നല്ല ഡ്രൈവിംഗ് കംഫർട്ട്, നല്ല സുഖത്തിൽ ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. എല്ലാം വർക്കിംഗ് അല്ലേ? ഒക്കെ വർക്കിംഗ്, നല്ല വണ്ടി, ക്വാളിറ്റി വണ്ടി. വേണമെങ്കിൽ അവർക്ക് വാറണ്ടി എടുത്ത് കൊടുക്കാം. നമ്മൾ വില കുറച്ചിട്ടുണ്ടോ? വില കുറച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളിത് കൊടുക്കുന്നത് ആദ്യം ലാഭത്തിൽ കൊടുക്കാൻ നോക്കി, ഇപ്പൊ നടന്നില്ല. ഇപ്പൊ നമ്മള് ഒരു 10 രൂപ ലോസിലാണ് ഇത് കൊടുക്കുന്നത്. എടുത്ത വിലനെക്കാട്ടും 10 രൂപ ലോസിലാണ് കൊടുക്കുന്നത്. കാരണം ഇങ്ങനത്തെ വാഹനം ഒന്ന് വെറുതെ നശിച്ചു പോയത്, ആരെങ്കിലും എടുത്ത് ഉപയോഗിക്കട്ടെ. അത്രയും നല്ല ക്വാളിറ്റി വാഹനമാണ്. ഇതിനെ കുറിച്ച് ഒന്നാമത് ആളുകളിലേക്ക് എത്തായിട്ടായിരിക്കാം മേ ബി. അല്ല, ഇതിന്റെ ആളടുത്ത് നമ്മളൊരു റേസർ അൾട്രോസ് റേസർ നമ്മള് അതേപോലെ 2-3 വീഡിയോ കാണിച്ചിട്ട് അത് പോയില്ലേ. റേസർ പിന്നെ എൻക്വയറി വന്നു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ എല്ലാവർക്കും ആ വണ്ടി വേണം. ഒരുപാട് എൻക്വയറി ആയിരുന്നു. ആ റേസർ പോയി, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അൾട്രോസ് റേസർ. അത് പോയി കഴിഞ്ഞ വീഡിയോ തന്നെ. അപ്പോ അതേപോലെ ഒരാളുടെ കയ്യിൽ ഇത് എത്തും അല്ലേ. ഓക്കെ, ഇത് നമുക്കിപ്പോ 7,95,000 രൂപ കൊടുക്കാം. ഇത് ഫുൾ കവർ ഇൻഷുറൻസ് കൊടുക്കും. 7,95 ഫുൾ കവർ ഇൻഷുറൻസോടുകൂടി 2022 ടോപ്പ് എൻഡ് സൺറൂഫ് അടക്കം വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് ജാസ് ആണ്. മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് CVT ജാസ് ആണ്. 7,95 ഫുൾ ഓൺ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത ടാറ്റയുടെ വണ്ടിയാണ്. ടിയാഗോ KL 73 സുൽത്താൻ ബത്തേരി രജിസ്ട്രേഷൻ വരെ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡല്. 21 മോഡല് സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. ഓക്കെ, XT ആണ് വേരിയന്റ് വരുന്നത്. XT ടോപ്പിന്റെ താഴേക്ക് മിഡിൽ ഓപ്ഷൻ ആയിട്ട് അഡീഷണലി കസ്റ്റമർ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ക്യാമറ ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും. എയർ ബാഗ്, ഫോട്ടോർ, പവർ വിൻഡോ, ഫോഗ് ലാമ്പ് കാര്യങ്ങൾ, സെൻട്രൽ അലോയ്സ് വരില്ല. അത് XF+ലാണ് വരുന്നത് അല്ല. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഇല്ല? നല്ലൊരു ക്ലെയിം ഒന്നുമില്ല, ക്വാളിറ്റി വെക്കുക. എത്രയാണ് ഓട്ടം? ഇത് 35,000 ഓടിയിട്ടുള്ളൂ. 35,000 2021 4 കൊല്ലം 35,000 വലിയ ഓട്ടമല്ല, നോർമൽ ഓട്ടമാണ് പോയത്. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ചോദിക്കുന്നത് എത്രയാണ്? ഇത് നമുക്ക് നെറ്റ് റേറ്റ് ആയിട്ട് 4,35,000 രൂപ കൂടും. 4,35 2021. പുതിയ ടിയാഗോ STക്ക് എത്രയുണ്ട്? 6,50 അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് 4,35 ഇപ്പോൾ ചോദിക്കുന്നത്. 35,000 കിലോമീറ്റർ ഓടി 2021 XT ആണ് ഓപ്ഷൻ വരുന്നത്. ഒരു ക്ലെയിം ഇല്ലാത്ത വണ്ടി, ഫുൾ സർവീസ് ഉണ്ടോ? കമ്പനി സർവീസ് ഉള്ളതാണ്. ഇത് നമ്മളെ തന്നെ ന്യൂ കാർ ഒരു എടുത്തതായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ തന്നിട്ട് നമ്മുടെ വയനാട് ബ്രാഞ്ചിൽ
അവിടെ എക്സ്ചേഞ്ച് ചെയ്ത വണ്ടിയാണ്. ഓക്കെ അവിടെ കൊണ്ടുവന്നു. ഓക്കെ. ലോൺ എത്ര കയറൂല്? ഓ ലോണ് 4 ലക്ഷം ഫുൾ ലോൺ ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോണിൽ ഒരു ടിയാഗോ കൊണ്ടുപോകാം. 2021 മോഡൽ എക്സ് ആണ്. അടുത്ത വണ്ടിയിൽ മാരുതി സുസുക്കി വാഗണർ KL 18 വടകര രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2016 മോഡലാണ്. VXI ആണ് വേരിയന്റ് വരുന്നത്. VXI അന്നത്തെ ടോപ്പ് എൻഡ് 16 മോഡൽ വാഹനമാണ്. മാനുവലാ? മാനുവൽ. ഓക്കെ. സെക്കൻഡ് ഓണർ ആണ് നിലവില്. ആ കിലോമീറ്റർ 58. 16 58. ഓക്കെ. വലിയ ഓട്ടം ഒന്നുമില്ല. ഷേപ്പ് ഒക്കെ ഉള്ള വണ്ടിയാ. ഷേപ്പ് ഒന്നും മിസ്സായിട്ടില്ല. ആകെ ഉള്ളത് അറിയാണെങ്കിൽ ബോണ്ട് മാത്രം മാറിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് റീപ്ലേസ്ഡ് അല്ല. പിന്നെ ഹെഡ്ലൈറ്റ് ഒന്ന് ചെറുങ്ങനെ ഫെയ്ഡ് ഉണ്ട്. അതൊന്ന് പോളിഷ് അടിച്ചാൽ അല്ല വേറൊന്നും മാറിയിട്ടില്ലല്ലോ. ബോണ്ട് മാത്രം മാറിയിട്ടുള്ളൂ. ബോണ്ട് മാത്രം ഇഷ്യൂസ് ഒന്നുമില്ല. കമ്പനി ഉണ്ടാവില്ല. ഓക്കെ. VXI ടോപ്പിന്റെ വാഹനം 58,000 കിലോമീറ്റർ ഓടിയ 2016 മാനുവൽ. മൈലേജ് ഒരു 13-17 റേഞ്ച് മൈലേജ് വരെ കിട്ടും. ഓൾമോസ്റ്റ് കിട്ടും. അതെ. എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? ഇത് നമുക്ക് 3,30,000 രൂപ കൊടുക്കാം. 3,30,000 2016 VXI വാഗണർ കൊണ്ടുപോകാം. ലോണ് ഫുള്ള് കയറും? ലോണ് ഓൾമോസ്റ്റ് ഫുള്ള് കയറും. ചാൻസ് ഉണ്ടല്ലോ. 3.5 വരെയൊക്കെ നോക്കാം. ഓക്കെ. അടുത്ത നെക്സോൺ ആണ്. നെക്സോണിന്റെ ഫസ്റ്റ് ഷേപ്പ് വാഹനം KL 18 വടകര രജിസ്ട്രേഷൻ ആണ്. ഇതും ഇതിന്റെ നാട്ടിലാണ് അല്ലേ? അതെ, അതും ഇതും എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡല്. XZ ആണ് വരുന്നത് വേരിയന്റ്. ഓട്ടോമാറ്റിക് ആണ്. XZ ഫുൾ ഓപ്ഷൻ വണ്ടി. ഗ്ലാസ്സിലൊരു ക്രാക്ക് ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയാണോ? വേറെ ആണല്ലേ? ഓക്കെ, അതാ ഡൗട്ട്. ഓട്ടോമാറ്റിക് 2018 വണ്ടി ടോപ്പ് എൻഡ്. എത്ര ഓട്ടം പോയി? ഇത് കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 37,000 കിലോമീറ്റർ AMT ആട്ടോ. AMT ഗിയർ ബോക്സ് ആണ് വരിക ഓട്ടോമാറ്റിക്കല്. മൈലേജ് അതുകൊണ്ട് തന്നെ ഒരു 12-15 ഏകദേശം കിട്ടും. എന്തായാലും കിട്ടും. എന്തായാലും കിട്ടും. ടൗണിലൊക്കെ പറയാണ്. ഓക്കെ. ഈ ഒരു ക്രാക്ക് അല്ലാതെ വേറെ ക്ലെയിം ഉണ്ടോ? ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ നോക്കിയാൽ പക്ക സീറ്റ് കവറൊക്കെ പക്കാണ്. ഇന്റീരിയർ ഒക്കെ അടിപൊളി സീറ്റ് കവറൊക്കെ ചെയ്തിട്ട്. എന്തായാലും സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർ. ഓക്കെ. എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് 5,50,000 രൂപ കൊടുക്കും. 5.5 ലക്ഷം രൂപയ്ക്ക് 2018 ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഈ ഒരു നെക്സോൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോ കിലോമീറ്റർ വണ്ടിയാണ്. 5,50,000 രൂപയ്ക്കാണ് ഈ ഒരു നെക്സോൺ കിട്ടുന്നത്. ഒരു ടിയാഗോന്റെ ഒക്കെ വിലക്ക് അല്ലേ? ഓട്ടോമാറ്റിക് നെക്സോൺ. അത് താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. ഫുൾ ഓണും കയറൂലേ? ഓക്കെ. ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് തന്നെ. ടാറ്റ നെക്സോൺ സെക്കൻഡ് ജനറേഷൻ നെക്സോൺ ആണ്. KL 78 ഇരിട്ടി രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് വരുന്നത്? 2020 മോഡല്. അന്നത്തെ ഫുൾ ഓപ്ഷൻ XZ പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് 20 മോഡലാണ്. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ ഇത് 94 ഓടിയിട്ടുണ്ട്. പക്ഷെ പ്രോപ്പർ സർവീസ് പോയ സിംഗിൾ ഓണർ വെഹിക്കിളാണ്. സിംഗിൾ ഓണർ വണ്ടി 2020 സിംഗിൾ ഓണർഷിപ്പ് പ്രോപ്പർ മെയിൻറ്റൈൻഡ് ആയ വാഹനമാണ്. ഡീസലോ പെട്രോൾ? ഇത് പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവൽ 12-15 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. ഒരു ക്ലെയിമില്ല. നല്ല വണ്ടി. ഒരു ക്ലെയിമില്ല. നല്ലൊരു പെട്രോൾ വാഹനം. 2020 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. എത്ര കൊടുക്കുക ഇത്? 6,15,000 രൂപ. 6,15,000 2020 സിംഗിൾ ഓണർഷിപ്പ് നെക്സോൺ ഫുൾ ഓപ്ഷൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാനുവൽ വാഹനമാണ്. പ്രൈസ് എന്തെങ്കിലും മാറ്റം വരുത്താവോ? ചെറിയ ഓൾറെഡി നമ്മൾ മുട്ടിച്ചിട്ടതാണ്. നോക്കിയിട്ട് ചെറിയ മാറ്റം. നമ്മളിപ്പോൾ പറയുന്ന വണ്ടികളൊന്നും വലിയ റേറ്റ്. XZ പ്ലസ് ഇപ്പം ഏകദേശം എത്ര വരുന്നുണ്ട് പുതിയതിന് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ഏകദേശം 10 ഇപ്പം എല്ലാം മാറി. ഷേപ്പ് എല്ലാം മാറി. അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. എല്ലാം മാറി ഷേപ്പ്. ടൈപ്പ് 2 ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ എല്ലാം മാറിയിട്ടുണ്ട്. മൊത്തത്തിൽ ഷേപ്പേ മാറി. ഫ്രണ്ടും ബാക്കും ഒക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഒരു 5.5 ലോൺ കയറും ഇതിൽ. ഓക്കെ. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുവണ്ടികളൊക്കെ തന്നെ ഉണ്ട്. സ്റ്റാർട്ടിങ് കാണാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്താൽ കാറ്റലോഗിന്റെ ലിങ്ക് വരും. കാറ്റലോഗിൽ എല്ലാ വെഹിക്കിളിന്റെ ഫോട്ടോയും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിലേക്ക് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അടുത്തൊരു വീഡിയോ കാണാം. ഷാദെ താങ്ക്സ്. ബൈ.